സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായ ഒരു വിഷയമാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംവാദത്തിന് ക്ഷണിക്കുന്നു. വി ഡി സതീശൻ താൻ സംവാദത്തിന് റെഡിയാണെന്ന് പിണറായി വിജയനെ അറിയിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ, അതായത് ഫേസ്ബുക്കിലൂടെ നമുക്ക് സംവാദം നടത്താമെന്ന്. എന്തുകൊണ്ടാണ് വി ഡി സതീശന്റെ സംവാദത്തിന് തയ്യാറാണെന്ന തീരുമാനം, അല്ലെങ്കിൽ ഞാൻ സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടും അദ്ദേഹം ഒരു പൊതു സംവാദം അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് വെച്ചൊരു സംവാദത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി തയ്യാറാകാത്തതിന്റെ പിന്നിൽ എന്താണ് കാരണം? അതിന് പല കാരണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സലീം കുമാർ പറഞ്ഞ പോലെ പുലിമടയിൽ കൊണ്ട് തല വയ്ക്കാതിരുന്ന നന്നായി, ഞാൻ ആ അർത്ഥത്തിലേ കാണുന്നുള്ളൂ. കാരണം അതിൽ ഒരുപാട് പഴയ എക്സ്പീരിയൻസ് ഉണ്ട്. ലോട്ടറി സംവാദം. സതീശൻ പണ്ട് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുന്നു, സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ള ലോട്ടറി ഇതുമായി ബന്ധപ്പെട്ട്. അന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അടിപതറി നിലത്ത് വീണ് കിടന്നുരുണ്ട് അവസാനം കണ്ണീരോടുകൂടിയാണ് തോമസ് ഐസക് അവിടെ നിന്ന് പോയത്. അന്ന് തോമസ് ഐസക്കിൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്, സതീശൻ്റെ അടുത്ത് സംവാദത്തിന് പോരുത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സതീശൻ നന്നായി പഠിക്കുന്ന ആളാണ്, അതിപ്പോൾ എല്ലാവർക്കും അറിയാം. സതീശൻ തന്നെ പറയാറുണ്ട്, ഞാനൊരു 5 മിനിറ്റ് പ്രസൻറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ വേറൊരു ഇതിൽ ഞാൻ കേട്ടു, 5 മിനിറ്റ് അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, വേണ്ടി വരും. കാരണം നല്ല ഹോംവർക്ക് ചെയ്യുന്ന ആളാണ്. രണ്ടാമത്, സതീശൻ അഡ്വക്കേറ്റ്. അതിലൊരു വ്യത്യാസമുണ്ട്. ഒരു അഡ്വക്കേറ്റിനോട് സംവാദം നടത്താനുള്ള അത്ര എളുപ്പമല്ല. കാരണം അഡ്വക്കേറ്റിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആർഗ്യുമെന്റ്സ് മുമ്പോട്ട് വയ്ക്കാനുള്ള കാര്യമുണ്ട്. അപ്പം നല്ലോണം പഠിച്ച ഒരു അഡ്വക്കേറ്റിനോട് സംവാദം നടത്തുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് ഒരുപക്ഷെ തോമസ് ഐസക് എന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ ആവശ്യമില്ലാത്ത പണിക്ക് പോകണം, എനിക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ മുഖ്യമന്ത്രിയുടെ ധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ധൈര്യം ഇപ്പം എന്തിനു ചെയ്യാൻ ധൈര്യമുണ്ട്, അദ്ദേഹം വാളുകൾക്കിടയിലൂടെ ഒക്കെ പോയ ആളാണെന്നുള്ളത്. അതുകൊണ്ട് ധൈര്യമില്ല മുഖ്യമന്ത്രിക്കെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി ദയനീയമായി തോൽക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നീ ഫേസ്ബുക്ക് സംവാദം ആരെങ്കിലും മതിയല്ലോ, ഞാൻ വേണ്ടല്ലോ. അത് എഴുതി വെക്കാൻ സർക്കാരിൻ്റെ ചെലവിൽ 10-12 ഉപദേഷ്ടാക്കളെ വെച്ചിട്ടുണ്ട്. ഈ ഉപദേഷ്ടാക്കളെ എഴുതി കൊടുക്കുന്ന ഗീർവാണ് എഴുതി വിടാം, അതുപോലെയുള്ള പ്രസംഗിക്കാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായൊരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇതൊക്കെ ഉണ്ടെന്ന് സഖാക്കൾ തന്നെ അടക്കം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ നേരിട്ട് പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും എടുത്തൊക്കെ വേണ്ടി വരും. പിന്നെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ അത്ര സംവാദാത്മകമായ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിൽ ഏറ്റവും പ്രധാനം 2 സ്ഥാനാർത്ഥികൾ 2-3 സംവാദങ്ങളാണ്. ആ സംവാദത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ മാർക്ക് നിശ്ചയിക്കപ്പെടും. ആര് ജയിക്കുന്ന ഏതാണ്ട് ആ സംവാദം കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ്, ഇയാൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്, മറ്റേ ആൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയും. അപ്പം അത് പ്രധാനമാണ്. അങ്ങനെ ഒരു കൾച്ചർ നമുക്കിവിടെ വന്നിട്ടില്ല, കാരണം ഇൻഡിവിജ്വലായിട്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, LDF എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്ന രൂപത്തിൽ ഒരു പ്രസൻറ്റേഷൻ തന്നു. LDF എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, മറ്റാരുണ്ടെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അല്ലാതെ മറ്റാരുണ്ടെന്നാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ പടയെ വെച്ചിട്ടുള്ളൂ, വേറെ ആളുടെ പടവും വെച്ചിട്ടില്ല. അപ്പോൾ LDF എന്ന് പറഞ്ഞാൽ CPM മാത്രമല്ല, പിണറായി വിജയനാണ് എന്ന് വന്നതോടുകൂടി അദ്ദേഹത്തിന് സംവാദത്തിന് ചെല്ലാൻ ബാധ്യത വന്നു. അവിടെയാണ് പ്രശ്നം. അല്ലെങ്കിൽ അദ്ദേഹം പറയായിരുന്നു, ഞാൻ എൻ്റെ ഒരു മന്ത്രിയെ വിടും, ബാലഗോപാലിനെ വിടും, അല്ലെങ്കിൽ രാജേഷിനെ വിടും, ആരെങ്കിലും വിടാലോ, അതും ചെയ്യാലോ. പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രശ്നം ഞാൻ ആദ്യത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, വികസനം എന്ന് വെറുതെ ഏകപക്ഷീയമായി പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഓരോ വികസനത്തിൻ്റെ അകത്തേക്കും കടക്കുമ്പോൾ സൂക്ഷ്മമായ തലത്തിൽ വന്നാൽ വികസനത്തിൻ്റെ ഈ കോട്ട പൊളിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വിഴിഞ്ഞം വലിയ വികസനമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഴിഞ്ഞത്തിനെ അന്ന് എതിർത്തത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണോ ഇപ്പോൾ വിഴിഞ്ഞം നടപ്പാക്കണേ എന്നും, വിഴിഞ്ഞം നടപ്പാക്കിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ഉണ്ടായോ എന്നും. കാരണം ഇത് വിഴിഞ്ഞം നടപ്പാക്കുമ്പോൾ കടൽ നികത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ സൈഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഇപ്പോൾ കിഫ്ബിയുടെയാണ്. കിഫ്ബി വലിയ കൊട്ടിഘോഷിച്ച് 100 കോടി രൂപയുടെ ചിലവാക്കി PR വർക്ക് നടത്തി കിഫ്ബി. അത് കിഫ്ബി പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. 40,000 കോടി രൂപ കിഫ്ബി ചെലവാക്കി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അസംബ്ലി കൊടുത്ത കണക്ക് 32,000 കോടി. അത് പോട്ടെ, അത് പിന്നെ ഇതിനിടയ്ക്ക് 2,000 ചിലവായിട്ടുണ്ടെന്ന് വയ്ക്കാം. പക്ഷെ വേറൊരു കണക്ക് കൂടി ഉണ്ട്. കിഫ്ബിക്ക് 30,000 കോടി രൂപ ബജറ്റ് അലോക്കേഷനാണ്. സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് 30,000 കോടി രൂപ കൊടുത്താണ് കിഫ്ബിക്ക്. അപ്പം 8,000 കോടി രൂപയെ ഈ പറഞ്ഞ എല്ലാ അലവലാതിയും കൂടി കിഫ്ബി പിരിച്ചിട്ടുള്ളൂ. ഈ 40,000 ചെലവാക്കിയതിൽ, ചെലവാക്കും എന്ന് പറയുന്നതിൽ നമുക്ക് നോക്കണ്ട, ചെലവാക്കിയതിലുള്ളൂ. അതുകൊണ്ടാണ് CAG പറഞ്ഞ് ഇതിൻ്റെ ഫണ്ട് ഓഡിറ്റ് ചെയ്യണം. മാത്രമല്ല, സർക്കാർ ലോണിലാണല്ലോ വർക്ക് ചെയ്യണത്. ആ സർക്കാർ ലോൺ എടുത്തതിന് 30,000 കോടിയാണല്ലോ കൊടുത്തത്. അപ്പോൾ കിഫ്ബിയുടെ ലോൺ യഥാർത്ഥത്തിൽ ഇതിൽ വരണ്ടേ, ചർച്ച മറ്റേ CAG ഓഡിറ്റിൽ വരണ്ടേ.
അപ്പൊ കേരളത്തിന്റെ കടം എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടെ കടവും കൂടി ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഇവർ ശ്രമിച്ചത്. അത് കേന്ദ്ര ഗവൺമെന്റ് ചതിക്കുന്നു, അത് ഈ നീതി. അപ്പൊ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കിഫ്ബിക്ക് പ്രത്യേകിച്ച് ഫണ്ടൊന്നുമില്ല. ഇവർ 8,000 കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷമായി കിഫ്ബിക്ക് പിരിച്ചത്. 30,000 കോടി രൂപ സർക്കാരിന്റെ ഫണ്ട് എടുത്തു കൊടുത്തു. ആ ഫണ്ട് കൊടുത്ത PWIക്കും പാലം പണിയാം, KSEBിക്കും പണിയാം, ആർക്കും എടുത്തൂടെ? കിഫ്ബിയുടെ ആവശ്യമില്ല. കിഫ്ബിയുടെ ആവശ്യമില്ല. പാലം പണിയാൻ ആർക്ക് എന്തിനാണ്? വീട് പണിയാൻ, പാലം പണിയാനൊക്കെ കിഫ്ബി എന്തിനാണ്? ഇവിടെ PWD ഉണ്ട്. മാത്രമല്ല കിഫ്ബി ആകുമ്പോൾ കുറെ നിയമങ്ങളിൽ എക്സ്ക്യൂസ് കൊടുക്കും. അതാണ് ഒരാളെങ്കിലും കൊടുക്കാം, അങ്ങനെയുള്ള തരികിട പരിപാടിയുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വികസനത്തിന്റെ സൂക്ഷ്മാംശം ഇപ്പോ കേരളയിലെ സംവാദം വന്നാൽ സതീശനൊന്നും വേണ്ട അതിന്. ആ ചെങ്ങന്നൂരോ ഒക്കെയുള്ള സാധാരണ ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്ന മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിയോട് അവർ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. ഒരു വീട്ടമ്മ വന്നിരുന്നാൽ പറയാൻ പറ്റില്ല. കാരണം അവരത്ര വലിയ പഠിച്ചിട്ടുള്ള എക്സ്പെർട്ടൊന്നും ആവണ്ട. കേരളയുടെ കാര്യത്തിൽ ഇവർക്ക് ഒരു മറുപടി ഉണ്ടായിട്ടില്ല. കേരളയിൽ വേണ്ടേ, വേഗം വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ, ആ ചോദ്യമൊന്നും സംവാദത്തിൽ നടക്കില്ല. നേർക്കുനേർ സംവാദത്തിൽ നടക്കില്ല, PR നടക്കും. അപ്പൊ PR നടത്തുന്നതിനെ കൃത്യമായി കണക്ക് വെച്ച് യുക്തിയുക്തമായി ചോദ്യം ചെയ്യുന്ന ഇതുപോലൊരു സംവാദിച്ചാൽ, ഇപ്പൊ നമുക്കറിയാലോ, ഈ അബിൻ വർക്കി ആറന്മുള വലിയ കേരളത്തിലെ ആരോഗ്യം മഹത്തരം നമ്പർ 1 മറ്റേ ബുഷ് വിളിച്ചു അല്ലെങ്കിൽ മറ്റേ ട്രംപ് വിളിച്ചു എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ. എന്തുണ്ടായി? ഒറ്റ സംവാദത്തിൽ വീണ ജോർജ് 3-ാം സ്ഥാനത്തായി ഞാൻ കണക്കാക്കുന്നത്. വീണ ജോർജ് ക്ലോസ് ആയി. അപ്പൊ നേരിട്ടുള്ള സംവാദത്തിൽ ഇവർക്ക് ഈ വാഗബഹളം പറയാൻ പറ്റില്ല. അപ്പോൾ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകും. സൂക്ഷ്മതലം വേണമെങ്കിൽ ഗഹനമായ പഠനം വേണം, ആർഗ്യുമെന്റ് ഉണ്ടാവണം. അതിപ്പോ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ഒരു ടീം ഉണ്ടായാൽ പോലും എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മാത്രമല്ല ഞാൻ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ സഖാക്കൾ തന്നെ പറയുന്ന പോലെ പ്രായവും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ട്. ഇപ്പോഴും നോക്കിയാണ് വായിക്കുന്നത്. പ്രസംഗം പോലും നോക്കി വായിക്കേണ്ട സ്ഥിതിയിലാണ് അദ്ദേഹം ഉള്ളത്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. ആരോഗ്യത്തിന് ഒരാളെ നമ്മൾ കുറ്റം പറഞ്ഞുകൂടാ. അദ്ദേഹത്തിന് മറ്റൊരുപാട് കഴിവുകളുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിട്ടുള്ളത്. എനിക്കറിയില്ല. പക്ഷേ നേരിട്ടുള്ള സംഭവത്തിൽ അത് പോരാ. നിങ്ങൾക്ക് രൂപക്കൂടിലിരുന്ന് വർത്താനം പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ കൈരളിയോടും ദേശാഭിമാനിയോടും മാത്രം മറുപടി പറഞ്ഞാൽ പോരാ. മറുപടി പറയേണ്ട ആളുകളോട് പറയണം. അപ്പോൾ ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷ നേതാവിൻ്റെ സംവാദത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയതിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അപ്പം തീർന്നാൻ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അന്ന് പിറ്റേ ദിവസം പ്രഖ്യാപിക്കാം, ഒരാൾക്കും പ്രഖ്യാപിക്കാം. കാരണം കഴിഞ്ഞു, പരിപാടി തീരും, പരിപാടി തീരും. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ആളുകൾ അങ്ങനെയല്ല സംവാദം. ഫേസ്ബുക്കിൽ എന്ത് ഫേസ്ബുക്ക് സംവാദം എന്ന് പറയുന്ന ലോകത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അത് നമ്മൾ ഈ എന്താ പറയുക, അന്തംഗമ്മികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള സംവാദം, അതൊന്നും സംവാദമല്ല. ഫേസ്ബുക്കിലൊരു സംവാദമേ അല്ല. കാരണം അത് പണ്ട് ഒരുപക്ഷെ മാസികകൾ എഴുതി ലേഖനം എഴുതി. ഇന്ന് അതിനൊന്നും ആവശ്യമില്ല. കാരണം ഓൺലൈൻ എല്ലാവരും കാണുന്ന തരത്തിൽ നമുക്ക് സംവാദം വയ്ക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി പേടിച്ചോടിയത് സതീശൻ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രായക്കൂടുതലുള്ളതുകൊണ്ടോ അല്ല. വസ്തുനിഷ്ഠമായി പോയിന്റ് ബൈ പോയിന്റ് ആശാ വർക്കർമാരുടെയോ അല്ലെങ്കിൽ ഏത് ചോദ്യവും ആ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ചോദ്യം. ഇതിപ്പോ ഈ സൈബർ കമ്മികൾക്ക് വന്നിട്ട് അവിടെ ചെയ്തോ ഇവിടെ ചെയ്തോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പോൾ വയനാട് പുനരധിവാസം, വയനാട് ഫണ്ട് കോൺഗ്രസിന്റെ കണക്ക് കിട്ടിയിട്ടില്ല. കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണമാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് കൊടുക്കേണ്ടതാണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്കുണ്ടോ? ആഗോള അയ്യപ്പ സംഗമം എന്നതിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ പൈസ പിരിച്ച് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയിട്ട് അതിന്റെ കണക്ക് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കിലെ കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സഖാക്കൾ വെട്ടിയ കാശിന്റെ കണക്ക് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോ എന്നിട്ട് വയനാട് ഫണ്ട് കൊടുത്തില്ല എന്ന് പറയുന്ന തരത്തിൽ ആ പ്രശ്നം അവിടെ പറയാൻ പറ്റില്ല. ശരി, വയനാട് ഫണ്ടില്ല, സമ്മതിച്ചു, ഞങ്ങളെ കണക്ക് കൊടുത്തിട്ടില്ല, തെറ്റാണ്. പക്ഷെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഫണ്ടുണ്ടോ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ടുണ്ടോ നേരിട്ട് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. PR ഹോർഡിങ്ങിൽ വെച്ച് അല്ലെങ്കിൽ TV പരസ്യം കൊടുത്ത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ ചോദിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ജനങ്ങളുടെ അനുഭവത്തിൽ നിന്ന്, കണക്കിൽ നിന്ന്, വസ്തുതകളിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക അത്ര എളുപ്പമല്ല. അസംബ്ലിയിൽ ഏറ്റവും കുറവ് മറുപടി പറഞ്ഞിട്ടുള്ള മന്ത്രി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു അടിയന്തര പ്രമേയം അനുവദിക്കാതിരിക്കുകയും മുഖ്യമന്ത്രി അതിന് പകരം MP രാജേഷ് മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന വളരെ, പിന്നെ അദ്ദേഹം വല്ല തമാശ, ഒരു കളിയാക്കൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മറുപടികൾ. വസ്തുനിഷ്ഠമായ മുഖ്യമന്ത്രിയുടെ എത്ര മറുപടികൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അസംബ്ലിയിൽ ഇനിയും എത്ര ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ ഉണ്ട്, അതിൻ്റെ കണക്കൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഇപ്പോഴും അസംബ്ലി മറുപടി കൊടുത്തിട്ടില്ല. അതോടെയാണല്ലോ ആദ്യം കൊടുക്കണ്ടേ.
അതുപോലും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഈ സംഭവത്തിന് പിന്നെ മുഖ്യമന്ത്രി വരാതിരുന്നെങ്കിൽ ഞാനൊരു അത്ഭുതവും കാണുന്നില്ല. സലീം കുമാർ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, പുലിമടയിൽ കൊണ്ട് ഈ തല അറിഞ്ഞുകൊണ്ട് വയ്ക്കേണ്ട കാര്യമല്ലോ.